ഹായ് ഹലോ, നമ്മളിതാ നാട്ടിലേക്ക് പോവാണ്. അമ്മൂന് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ട്രെയിന് 1.5 മണിക്കൂർ ലേറ്റായിട്ട് നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റായിരിക്കുകയാണ്. അവസാനം നമ്മൾ ട്രെയിൻ എടുത്തപ്പോൾ 2 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം അമ്മയേട്ട യാത്രയൊക്കെ പറയാണ് അമ്മൂൻ്റെ അടുത്ത്. അപ്പോൾ അതാ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ നിന്ന് അങ്ങനെ ഒന്നും വാങ്ങി കഴിക്കാറില്ല. അപ്പോൾ അതാ എനിക്ക് കട്ട്ലേറ്റൊക്കെയാണ് തോന്നുന്നു, എനിക്കൊട്ടും ഇഷ്ടമായിട്ടില്ല. പിന്നെ ബ്രെഡും ബട്ടറൊക്കെ ഉണ്ടായിരുന്നു, അമ്മ അത് കഴിച്ചു. എനിക്ക് ഭയങ്കര എരിവ് തോന്നിയതുകൊണ്ട് തന്നെ ഞാനത് കഴിച്ചില്ല കേട്ടോ. കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരാണ് പോണത്. എനിക്ക് ഡാൻസിൻ്റെ ഒരു പ്രാക്ടീസൊക്കെ ഉണ്ട്, അതിന് വേണ്ടി പോവുകയാണ്. ഏട്ടൻ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോവാറുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ട്രെയിൻ ലേറ്റായിട്ടാണ് എത്തിച്ചാലും പക്ഷേ നമ്മൾ കോഴിക്കോട് എത്തിയത് കറക്റ്റ് ടൈമിലാണ്. 9:30 ആകുമ്പോഴേക്കും നമ്മൾ എത്തി. ഇതാ കോഴിക്കോട് എത്തി. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡ് അവിടെ ഓട്ടോ ഒന്നും ഇപ്പോൾ നമുക്ക് അറിയില്ല, അവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിലാണ് പോയത്. അപ്പം പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ ബസ്സിൽ കൊണ്ടോട്ടേക്ക് പോകാൻ വിചാരിച്ചു. അപ്പം അവിടെ ഞങ്ങൾക്ക് അപ്പം തന്നെ ബസ് കിട്ടി. മഞ്ചേരി നിലമ്പൂർ ബസ് കിട്ടി. അതിൽ കയറി ഞങ്ങൾ അങ്ങനെ. പിന്നെ ബസ്സിൽ നിന്ന് അമ്മുവാണെങ്കിൽ എന്നത്തെ പോലെ ഛർദ്ദിച്ചു. ഞങ്ങളിതാ കൊണ്ടോട്ടിയിൽ നിന്ന് നമ്മൾ ഓട്ടോ വിളിച്ചു വീട്ടിലേക്ക്. അപ്പോൾ അതാ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടോ. അതാ കാണുന്നതാണ് ഞങ്ങളെ തറവാടമ്പലം. ഇതിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അവിടെ ഉത്സവമായിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ല. ആ സമയമായിരുന്നു അമ്മൂന് എക്സാം. നല്ല വെയിലാണ്. ഇതാണ് ചേച്ചിയുടെ മക്കളാണിത്, കുഞ്ഞാറ്റ പൂമ്പാറ്റ. അവരിതാ അമ്മൂനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. വേഗം സ്കൂളൊക്കെ കഴിഞ്ഞ നോമ്പ് കാരണം അവർ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മു സ്വീറ്റ്സൊക്കെ കൊടുക്കുകയാണ് അവർക്ക്. അപ്പോൾ അവർക്ക് എക്സാമാണ് 18-ാം തീയതി. അപ്പോൾ അതുവരെ ഇനിയിപ്പോൾ കളിക്കാനൊന്നും പറ്റില്ല, അത് കഴിയാണ്ട്. അപ്പോൾ ആ ടെൻഷനിലാണ്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇതാ ഞാൻ ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എരുന്ത് കറിയാണ് അമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ അതാ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ.